ഗായ്സ്, ഞാൻ പുതിയൊരു ആദ്യമായിട്ട് ചെയ്യുമെന്ന് ഇതിൻ്റെ ഉമ്മച്ചിയാണെങ്കിലും ചെയ്യണമെങ്കിൽ ഞാനും ഉണ്ട് കേട്ടോ ഉമ്മച്ചിൻ്റെ കൂടെ. ഇതാണ് നമ്മളെ മുരിങ്ങയില, പിന്നെ പയർ പയർ നമ്മൾ വെള്ളത്തിലിട്ടു തിളപ്പിച്ചിട്ട് കുറച്ച് നേരം ചൂടാക്കാൻ വെച്ചു. പിന്നെ നമ്മൾ തിളപ്പിച്ച ഇതിക്ക് നമ്മുടെ പൂവ് ഇട്ട് കൊടുക്കുക, മുരിങ്ങാപ്പൂവ് അതിട്ട് കൊടുക്കുക. എന്നിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി നമ്മൾ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. മുകളിൽ തുള്ളി മതിയാക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്നാവാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. നന്നായിട്ട് മിക്സ്. എന്നിട്ട് നമ്മൾ അടപ്പ് കൊണ്ട് അടക്കുക. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ അടപ്പ് കൊണ്ട് അടയ്ക്കുക. ആ സമയം നമുക്ക് തേങ്ങ ചതച്ചുണ്ടാക്കാം. തേങ്ങ എടുത്ത് ആദ്യം എടുക്കുക, പിന്നെ മുളക്, പിന്നെ വെളുത്തുള്ളി, പിന്നെ ജീരകം, ഇത്രയും സാധനങ്ങൾ ഇട്ടെടുക്കാം. ഇത്രയും സാധനങ്ങൾ ഇട്ടോ. എന്നിട്ട് അപ്പോഴേക്കും നമ്മളത് റെഡി ആയിക്കണം കേട്ടോ, മുരിങ്ങ പൂവ്. അപ്പം ഞങ്ങൾ അത് നന്നായിട്ട് വെന്ത് വന്നപ്പോൾ തുള്ളിയുള്ളൂ, നേരത്തെ എടുത്ത അത്ര ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അതിലേക്ക് നേരത്തെ ചതച്ച് വെച്ച തേങ്ങ ഒക്കെ ഇട്ട് നന്നായിട്ട് മിക്സ്. അയ്യോ, ഞാൻ പറഞ്ഞത് തെച്ചിപ്പോയിട്ടോ. പയറല്ല, പരിപ്പാണ് കേട്ടോ. എന്നിട്ട് തുള്ളി നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ അതിന് മുകളിൽ ഇങ്ങനെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരം അടിച്ചു വെച്ചു കുറച്ച് നേരം. പിന്നെ അടുത്തപ്പോൾ തുള്ളി നിലത്തേക്ക് ചടിയുണ്ട്. പിന്നെ ഞാൻ കൂടുതൽ എടുത്ത് കിട്ടി. എന്നിട്ട് ഞാൻ തിന്ന് നോക്കുമ്പോൾ നിങ്ങളെ വീട്ടിലും ഇനി എപ്പോഴെങ്കിലും ഇങ്ങനെ കാണുകയാണെങ്കിൽ നിങ്ങളൊന്ന് കഴിച്ച് ചിക്കനും അച്ചാറും പിന്നെ ഞാനുണ്ടാക്കിയ സാധനം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളെ വീട്ടിലുണ്ടോ? കഴിച്ചിട്ടുള്ളവർ കമൻറ്റും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. ചാച്ചാ.